നാടകത്തിലൂടെ തൻ്റെ മനസ്സിലെ വ്യഥകളും സമൂഹത്തോടുള്ള സ്നേഹവും പങ്കുവെക്കാനാണ് EK അയ്യമു അന്ന് ശ്രമിച്ചത്. ഒരു നാടക കലാകാരനാവുക, അതും സമൂഹത്തിലെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന നാടകം വേദിയിൽ അവതരിപ്പിക്കുക എന്നത് ഇന്നത്തെ കാലത്തെ പോലെ അത്ര എളുപ്പമായിരുന്നില്ല അന്ന്. ഫ്യൂഡൽ പ്രഭുക്കൾ, ജന്മി വർഗം എന്ത് വില കൊടുത്തും അത്തരത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ നാമ്പുകൾ നുള്ളിക്കളയുന്നൊരു കാലഘട്ടമായിരുന്നു അത്. ആ കാലത്താണ് ഇജ് ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക് എന്ന നാടകം EK അയ്യമു അവതരിപ്പിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ നാടകങ്ങളിലൂടെയും കലാപരിപാടികളിലൂടെയുമാണ് തങ്ങൾക്ക് പറയാനുള്ളത് നിസ്വവർഗം വിളിച്ചു പറഞ്ഞിരുന്നത്. വായനശാലകൾക്കും നാടകങ്ങൾക്കുമെല്ലാം തന്നെ വലിയ പങ്ക് സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലുണ്ട്. സാധാരണക്കാരുടെ പോരാട്ടങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള കലാപരിപാടികൾ കുറച്ചൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത്. നാടിനോടുള്ള സ്നേഹവും അടിച്ചമർത്തലിനോടുള്ള വിദ്വേഷവും മനസ്സിൽ ഒരു അഗ്നി പോലെ സൂക്ഷിച്ച EK അയ്യമു നാടകത്തിന് രൂപം കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, എത്ര ആക്രമണമുണ്ടായിട്ടും പൊരുതി നിന്നു എന്നുള്ളതാണ് വസ്തുത. കുടിയൊഴിപ്പിക്കലിനെതിരായും ജാതി മേധാവിത്വത്തിനെതിരായും അന്ധവിശ്വാസങ്ങൾക്കെതിരായുമുള്ള പോരാട്ടമാണ് ഇത്തരം കലാപരിപാടികളിലെല്ലാം നിറഞ്ഞു നിന്നത്. നമ്മളെ ഇന്നത്തെ ജീവിതത്തിലേക്ക് നയിക്കാൻ പാടുപെട്ടിട്ടില്ല കടന്നുപോയ തലമുറ. അവർ അനുഭവിക്കേണ്ടുന്ന എല്ലാ സൗഖ്യങ്ങളും സുഖങ്ങളും ത്യജിച്ച് അടുത്ത തലമുറയ്ക്ക് സമാധാനമുണ്ടാകാൻ വേണ്ടി പോരാട്ടം നടത്തിയ ഒരു കൂട്ടം വിപ്ലവകാരികളുടെ ഓർമ്മ കൂടിയായിരിക്കും ഈ പുതിയ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു കടപ്പാട് കൂടിയാണ് ഈ സമൂഹത്തിനോട്. പോയ കാലത്തിൽ നിന്ന് അഗ്നി കൊളുത്തിയെടുത്താൽ മാത്രമേ വർത്തമാനകാലത്തിൻ്റെ ഇരുട്ടകറ്റാനുള്ള പോരാട്ടം സാർത്ഥകമാവുകയുള്ളൂ എന്ന് ഓരോരുത്തരും ഓർമ്മിക്കണം. ഈ സിനിമ പ്രസക്തമാകുന്നത് അതുകൊണ്ടുകൂടിയാണ്.